ഹേ ഗൈസ്, വെൽക്കം ടു ബർത്ത്ഡേ വ്ലോഗ്. ഗൈസ്, വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച്. സെക്കൻഡ് പാർട്ടിന് ലിങ്ക് വീഡിയോ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് പോയോ. ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ വ്ലോഗ്. ഗൈസ്, നാളെ രഞ്ജിത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവന് കേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കേക്കിന്റെ മുകളിൽ ഒരു വണ്ടി പ്രാന്തനാണ്. അപ്പം കേക്കിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി ഒരു കാർ എടുക്കാൻ വന്നതാണ്. അപ്പൊ ഇവിടെ ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ കണ്ട് ഈ ഒരു കാറ് സെലക്ട് ചെയ്തായിരുന്നു. ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞോളൂ. കേക്കിന്റെ മുകളിൽ ഇങ്ങനെ ആ ഒരു തീമിലാണ് കേക്ക് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അപ്പം സെലക്ട് ചെയ്തിട്ടുണ്ട് കഴിച്ചു. ബാക്കി ഇനി ഒരു വേറെ സാധനം കൂടെ മേടിക്കാൻ പോകണം. അപ്പം അങ്ങോട്ട് പോയിട്ട് എടുക്കാം. അടുത്ത ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നത് ഞങ്ങൾ കണ്ട ഭീമയിലാണ്. ഇവിടെ ഭീമയിലാണ് സ്വർണം വാങ്ങിക്കാനല്ല, ഇത് മറ്റേ സിൽവർ ഉണ്ടല്ലോ, സിൽവർ മേടിക്കാനാണ്. ഇനി ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യട്ടെ. കുറച്ച് എ സി കൊണ്ടിട്ട് വരാം. കുറേ ദിവസം എ സി ഒക്കെ കൊണ്ടിട്ട്. അപ്പം ഇവള് സ്വർണ്ണമായിപ്പോയി. സ്വർണ്ണമല്ല, ഇതിപ്പോൾ മറ്റേ ഗോൾഡ് കാര്യം തരി. സിൽവർ മാല എന്തോ മേടിക്കാനാണ്. ഞാൻ ഒന്ന് എ സി കൊണ്ടിട്ട് വരാം. നമസ്കാരം. സിൽവർ മുകളിൽ 3rd ഫ്ലോർ ആണ്. One eternity later. നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സാധനം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വെളിയിറങ്ങിയിട്ട് ബാക്കി പറയാം. ഇന്നത്തെ ബർത്ത്ഡേ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നാളെ അവന് ബർത്ത്ഡേ കൊണ്ട് കൊടുക്കുമ്പോൾ സർപ്രൈസ് ആവൂ, അവന്റെ റിയാക്ഷൻ എന്തായിരുന്നു നോക്കാം. ഓൾറെഡി അവന് ചെറിയ ഹിന്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എന്തായാലും പിടിക്കും, എനിക്കറിയാം. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, എന്നാലും അവൻ പിടിക്കും. അപ്പം ബാക്കി നാളെ അവന്റെ റിയാക്ഷൻ എടുക്കാൻ. അപ്പം ബാക്കി നാളെ വരാം. രാവിലെ തന്നെ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ ഇറങ്ങി. രാവിലെ അല്ല, ഉച്ചയായി. 9 മണിക്ക് കേക്ക് തരാന്ന് പറഞ്ഞാണ് അവര് കേക്ക് ചെയ്ത് വെച്ചിട്ട് കിടന്ന് വിളിയായിരുന്നു. ഞങ്ങൾ വന്നത് ഇപ്പം 12 മണിയായി. അപ്പം നേരെ അങ്ങോട്ട് കേക്ക് വാങ്ങിക്കാൻ പോകണം. എന്നിട്ട് നേരെ അവന്റെ കോളേജിൽ പോയാണ് സർപ്രൈസ് ചെയ്യാനാണ്. അത് സർപ്രൈസ് എന്ന് വിചാരിക്കുന്നുണ്ട്, നടക്കില്ലെന്ന് പറഞ്ഞു. അവൻ ലാസ്റ്റ് ഓൾറെഡി എല്ലാം പിടിച്ചിട്ടുണ്ട്. രാവിലെ വിളിച്ചൊക്കെ സംസാരിച്ച്. അപ്പൊ നേരെ എന്തായാലും അങ്ങോട്ട് പോട്ടെ കഴിച്ചു. ഈ ഒരു അവസ്ഥ പറ്റി പോട് കഴിച്ചു. അവൻ ഇത് കോളേജിൽ ചെന്ന് കേക്ക് മുറിക്കാത്ത പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ കോളേജിലല്ല, പോടാ. A few inches later. ഗൈസ്, പ്ലാന് ചെറുതായിട്ടൊന്നും മാറി. അവന്റെ കോളേജിൽ തന്നെ സർപ്രൈസ്, നമ്മൾ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് ഇവൻ നമുക്ക് സർപ്രൈസ് ചെയ്തത് കറക്റ്റ് സമയം. എന്റെ ഒരു ചെറിയൊരു സംസാരം കൊണ്ട് പ്രയോഗിച്ചു. സാർ, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അളെ നീ ഇതായിട്ട് മതിയടാ, നീ സർപ്രൈസ് ആവ്. അല്ലെ കേക്ക് എന്തായാലും പൊളിഞ്ഞ്. അപ്പൊ കേക്ക് കൊടുത്ത് സർപ്രൈസ് ചെയ്യാൻ ഗൈസ്. അവൻ നമുക്ക് സർപ്രൈസ് ചെയ്യുന്നു. അല്ലെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഫോണ് കേക്കിനുള്ള ഗിഫ്റ്റ് കിട്ടിയതാണോ? ഏത് അത് ഫോണാവുള്ളത് ഗൈസ്. എല്ലാം തൊലഞ്ഞ് ഗൈസ്. അളി നീ സർപ്രൈസ് ആയിട്ട് അഭിനയരുടെ എന്തൊരു ഇങ്ങനെ അളി എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ അഭിനയിച്ചാൽ ഞാൻ തൂക്കുമല്ലോ. അല്ല എന്നാലും അഭിനയിക്കണം, അതെനിക്കറിയാം തൂക്കുമോ. വളരെ ഒരു എന്ത് പറയാനായിട്ട് എന്നൊക്കെ അഭിനയത്തിന് എനിക്ക് അംഗീകാരം തരാൻ പറ്റില്ല. കാരണം ഫസ്റ്റില് ഞാൻ തൂക്കും. രണ്ടാമത്തെ കള്ളത്തരം പറഞ്ഞാലും പറ്റൂല ഗൈസ്. രണ്ടാമത്തെ കോള ഞാൻ തൂക്കും. ആദ്യത്തെ കോള് പിടിച്ചല്ല, ആദ്യത്തെ കോള് ഞാൻ ഇതാക്കിയല്ലേ. ആദ്യത്തെ കോളാണ് എനിക്ക് സംശയം തുടങ്ങിയത്. അപ്പൊ പോയി. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? ഗൈസ്, അപ്പൊ ഇനി ഇവിടെ കേക്കൊക്കെ മുറിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. 1:30 ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കോളേജിൽ ചെന്നപ്പോ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ ഫ്രണ്ടിൽ കൂടെ പോകും ഗൈസ്. അഴിക്ക ചെറുക്കേ നിന്നെ വിളിച്ചിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് നിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. നമ്മള് എവിടെ നിന്ന് പേരൂർക്കടയിൽ നിന്ന് വന്ന് വിതുരെ വന്ന് കേക്ക് വാങ്ങിച്ച് എവിടെ വെച്ച് കേക്ക് മുറിക്കണം. ഏത് സ്ഥലമൊന്നും പറഞ്ഞോളൂ. പിന്നെ എവിടെ വെച്ച് മുറിക്കാതെ ഗൈസ്. അങ്ങനെ എന്റെ പ്ലാനൊക്കെ പൊളിഞ്ഞതാണ്ട്. കേക്ക് മുറിക്കാണെങ്കിലും ഉണ്ട്. കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട. അതെങ്ങനെയാണ് വെള്ളം തന്നെ പിടിച്ച ഒല്ലയിൽ വില കുറവാതായിരുന്നു. ഒല്ലയിൽ ഏറ്റവും വില കുറവാതായിരുന്നു. ഗൈസ്, ഈ ചെറുക്കൻ്റെ അടുത്ത് എനിക്കൊരു കള്ളത്തനം പറയാൻ പറ്റില്ല. എന്തൊരു കള്ളത്തനം പറയാനും പിടിക്കും. അവൻ പറഞ്ഞാലും പിടിക്കും, ഞാൻ പറഞ്ഞാലും പിടിക്കും. പിടിക്കല്ലെന്ന് പറഞ്ഞത് ഇവിടെ ഭയങ്കര അളെ. ബർത്ത്ഡേ ആയിട്ട് നിനക്ക് എന്ത് പറയാനുണ്ട്? ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ കോളേജിൽ സർപ്രൈസ്, അത് കഴിഞ്ഞ് നിങ്ങൾ പൊളിഞ്ഞെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കേക്ക് ഉണ്ടപ്പം ഇഷ്ടപ്പെട്ടു. പൊളിഞ്ഞത് എന്ത് കൊണ്ടളിയാ? പൊളിഞ്ഞതിന്റെ കാര്യം കൂടെ പറഞ്ഞോട്. ബുദ്ധിയുള്ളവരുണ്ട്. ഓ
ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഓ അത് എത്തിക്കട്ടെ ഗൈസ്. ഞാൻ എന്ത് ഇവന്റെ അടുത്ത് കള്ളതനം പറഞ്ഞാലും അവൻ പൊളിക്കും. പക്ഷെ എന്തായാലും കണ്ടുപിടിക്കും. അതിനിപ്പോ എടെ കേക്ക് മുറിച്ചിട്ട് തിന്നടാ. അതില് കോമഡി കേക്ക് വാങ്ങിച്ചപ്പോ ഞാൻ ചേച്ചി എന്തിനെന്ന് പറഞ്ഞ് കൊച്ചു കുട്ടിക്കാണ് അല്ലേ ഈ കേക്ക് വാങ്ങിച്ചപ്പോ കൊച്ചു വല്ല കുട്ടിക്കാണ് ബ്ലഡ് എന്ന് എഴുതിയപ്പോ മുറുക്കി പെട്ടെന്ന് കേട്ട്. ഫോട്ടോ എടുത്തോ? ഹാപ്പി ബർത്ത്ഡേ നീ തരണ്ട. നിന്റെ ബർത്ത്ഡേ കേക്ക്, നിന്റെ ബർത്ത്ഡേ സർപ്രൈസ് പൊളിഞ്ഞതിനുള്ള എടുത്തോ. ഹാപ്പി ബർത്ത്ഡേ. കൊടു. അളെ ഇതെന്റെ വക, ഈ സാധനം എന്റെ വക, ഈ 2 സാധനം നിന്റെ വക. ഇതിന് നീ പൈസ തരണം, അതിന് ഞാൻ പൈസ കൊടുത്തു. ഒരു പീസ് ആദ്യം കട്ടി പൈസ. അപ്പൊ എന്തായാലും ബർത്ത്ഡേ പ്ലാന് പൊളിഞ്ഞിട്ടുണ്ട്. നീ വിസ വിളിച്ചാൽ മതി. കുറെ നാളായി ഞാൻ സ്ട്രോബെറി കഴിച്ച. അപ്പൊ എന്തായാലും ബർത്ത്ഡേ കേക്ക് ബർത്ത്ഡേ പ്ലാന് പൊളിഞ്ഞായിരുന്നു. എന്തായാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചാർജും കുളിച്ച് ഇത് മന്തി വാങ്ങിച്ചാ വൈറ്റ് ഫോറസ്റ്റ് അല്ല, വേറെന്തൊരു പേര് പറഞ്ഞു. എനിക്ക് നിന്നെ സർപ്രൈസ് ചെയ്യാൻ പറഞ്ഞ രീതിക്ക്, ഇതിനെ സർപ്രൈസ് ചെയ്യാൻ പറഞ്ഞ രീതിക്ക് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല കഴിച്ച്. കാരണം വെച്ചാൽ ഇപ്പൊ ആദ്യം പറഞ്ഞ 11:45 ഇറങ്ങുമെന്ന് പറഞ്ഞു. 11:45 അവിടെ എത്താൻ നേരത്ത് അങ്ങോട്ട് എത്തിയത് പോലും ഇല്ല. കേക്ക് മേടിക്കാൻ പറഞ്ഞത്. കേക്കെല്ലാം കഴിഞ്ഞിനി പിന്നെ വരാം. 3 hours later. ഞാൻ പൊളിഞ്ഞ് കഴിച്ചപ്പം വീട്ടിലൊന്ന് ഫുഡ് കഴിക്കണം. ഇവിടെ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. അവന് മനസ്സിലായില്ല എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും അത് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രീനിൽ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്ക്. അത്ര പ്രാങ്ക് പൊളിഞ്ഞ് എന്തായാലും ഫുഡ് കഴിച്ച് തീർക്കാം. മതിയോ? കുറച്ചുകൂടെ കഴിയും. മതിയോ അമ്മി? മതി. ഏയ് എന്റെ കാലിറാ. അതിനെ ഉരിച്ചും വെച്ച് കാലില്ല നോക്ക്.